ഇങ്ങനെ കിടക്കണം മച്ചന്മാരെ, ചുണ്ടൻ വെള്ളം. ഗായ്സ് ഞാനിവിടെ ഉറങ്ങിപ്പോയി ഗായ്സ്. ഒട്ടകം എന്റെ അമ്മോ പൊളി. അതെ ഈ വള്ളം ഉണ്ടല്ലോ ഇങ്ങനെ നീണ്ടിങ്ങനെ നമ്മുടെ പഴയ പൊളി ഇതൊക്കെ ഇതാരേക്കണം മാലാകെ മച്ചന്മാരെ കേറി വാടാ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മച്ചന്മാരെ കൊച്ചിയിലാണ്. എന്തേ മച്ചനെ നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ മീഡിയയുടെ ഓണറാണ് മിസ്റ്റർ ഷിതിൻ. ഞങ്ങൾ രണ്ടും കൂടി നിൽക്കുന്നത് നമ്മുടെ സൂര്യ അല്ലേ, നമ്മുടെ തമിഴ് നടൻ സൂര്യ വന്ന് അഭിനയിച്ച ഏത് സിനിമയുടെ പോലെ NGK ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ അല്ലേ ഒരു സ്ഥലമാണിത്. കൊച്ചിയിലാണ്. ഒരു അടിപൊളി ഏരിയയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കൊച്ചിയിലെ ഏറ്റവും ലക്ഷറി ഹോട്ടലാണ്. അധികം പേർക്ക് അറിയില്ല. അത് അങ്ങനെ വലിയ കൊട്ടാര സദൃശ്യമായിട്ടുള്ള റൂമുകൾ അതിൻ്റെ ഉള്ളിൽ 8 റൂമുള്ളൂ. 8 റൂമും ലക്ഷറിയാ, ഹൈ ലക്ഷറിയാ. ഒരെണ്ണം 25,000 എബോ റേറ്റ് വരും പറയുന്നത്. അതെങ്ങനെ 25 ഒന്നും പോരാ. അതല്ല, അത് മാത്രമല്ല അങ്ങനെ ആരെയും കേട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. റോയൽ കീപ്പ് ചെയ്യുന്ന ടീംസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി കഥകളും ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പോലുള്ള പാവങ്ങളെ അല്ലേ ഒന്ന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എന്താ പറയുക ഉന്മേഷം അല്ലേ, പുതിയ വീഡിയോകൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ച കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മളിന്ന് കൊച്ചിയിലാണ് നിൽക്കുന്നത്. കൊച്ചിയിലെ കാഴ്ചകളാണ് ഗായ്സ്. ഞാൻ രാജാവിനെ പോലെ ഇരിക്കുകയാണ്. എൻ്റെ മന്ത്രി വന്നു. ഞാൻ രാജാവ് മന്ത്രി. എന്താ മന്ത്രി പ്രശ്നം പറടാ. എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലമാണ്. നമ്മുടെ വ്ളോഗില് പല വെറൈറ്റി കാഴ്ചകളായി ഇനി വരാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഇവിടുത്തെ റെസ്റ്റോറന്റ് അല്ല അതിമനോഹരമാണ്. കൊച്ചിയിലുള്ള കിട്ടിലൻ അല്ലേ. എന്നിട്ട് പിന്നെ ബാക്കി പിന്നെ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെ അല്ലേ. പിന്നെ ഒരു വലിയൊരു വള്ളം കാണിച്ചത് അല്ലേ, ഒരു അടിപൊളി വള്ളം. മച്ചന്മാരെ അതെ ഈ വള്ളം ഉണ്ടല്ലോ ഇങ്ങനെ നീണ്ടിങ്ങനെ കിടക്കണേ. എൻ്റെ പൊന്നോ പൊളിയാണിത്. ഇത് പഴയ കാലത്തുള്ള വള്ളമാണ്. എനിക്ക് നമ്മൾ വന്ന് തൊടാൻ കഴിഞ്ഞത് തന്നെ വളരെയധികം സന്തോഷം. ദൈവത്തിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ ഇവിടെ കയറ്റില്ലോ. നമ്മുടെ കാര്യം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പായതുകൊണ്ട് കയറ്റിയതാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മളുടെ ഒരു ബന്ധം അനുസരിച്ച് വന്നെടുത്താണ് മച്ചന്മാരെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മച്ചന്മാരെ. ആ ബെൽ ബട്ടൺ ഞാൻ എന്നും പറഞ്ഞല്ലേ ഒരു വള്ളം വഴിപാട് നടത്തേക്കും. ഒട്ടകം എൻ്റെ അമ്മോ പൊളി. ഞാനിപ്പോൾ ദുബായിലേക്കുള്ള ഫീൽ ഉണ്ട് കേട്ടാ. എൻ്റെ അമ്മോ ഇങ്ങനെ നിൽക്കാൻ പറ്റത് സംഭവം കൊള്ളാം. ഇതും ഒരു മരത്തിൽ കടഞ്ഞെടുത്തേക്കാണ് ഈ ഒട്ടകത്തിന്. കണ്ടാ പല്ലൊക്കെ ഉണ്ട്. ചുണ്ടൻ വെള്ളത്തിൻ്റെ അതെ നീളം കണ്ട എൻ്റെ പൊന്നു. ഇതൊക്കെ ചുണ്ടൻ വെള്ളം ഇങ്ങനെ കിടക്കുകയാണ് ഗായ്സ്. ഇതേ ചുണ്ടൻ വെള്ളം ഉള്ളൊക്കെ എൻ്റെ പൊന്നു. മറ്റേ തുഴയണ മറ്റേ സാധനമൊക്കെ ഉണ്ട് കേട്ടാ. അടിപൊളി പഴയ ആ ഫീല് കിട്ടണ ഒരു ഹോട്ടലാണിട്ടത് കേട്ടോ ഗായ്സ്. എൻ്റെ പൊന്നോ പൊളി കേട്ടോ ഗായ്സ്. ചുണ്ടൻ വെള്ളത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഒരു പശുവിൻ്റെ ചിത്രം. ഒരു പശുവിൻ്റെ അമ്മയുടെ പാല് കുടിക്കുന്ന ചിത്രമാണ്. അതിൽ പല കലകളും സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ കണ്ട ആ പശുവിൻ്റെ ദേഹത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, ഇതൊക്കെ ഇങ്ങനെ നീണ്ട് കിടക്കണേട്ടവൻ പറന്ന് നീണ്ട് നല്ല നിവർന്ന് കിടക്കണേണ് ചുണ്ടൻ വെള്ളം കണ്ട. പൊളി. ഇതൊരു ഹോട്ടലാണ് ഗായ്സ്.
ഇനിയിപ്പോൾ തുറക്കുമ്പോൾ ഞാൻ ഇതിൽ കൂടുതലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തരാം. ഓക്കെ, നമുക്ക് പ്രത്യേക പെർമിഷൻ നമുക്ക് തന്നാണ് നമ്മുടെ പരിചയത്തിൻ്റെ പുറത്ത്. ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ ഇത് കണ്ടോ ഗായ്സ്, അടിപൊളി ഏരിയയാണ്, സൂപ്പർ ഏരിയയാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും വന്നം. ഓക്കെ ഗായ്സ് ചുണ്ടൻ വെള്ളം കണ്ട് ഇങ്ങനെ പോകണ വഴിക്കേ എൻ്റെ മച്ചാണ് ഇത് നോക്കിയ വെറുതെ പൊള്ളി കാറ് ഫ്രണ്ട് അംബാസഡറിൻ്റെ. എൻ്റെ പൊന്നോ അടിപൊളി കൊള്ളാം ഗായ്സ്. ദേ ഒരു ഭീകരൻ, എൻ്റെ പൊന്നോ കണ്ട ഒറ്റത്തടിയിൽ കൊത്തിവെച്ചാൽ കണ്ടത്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയായിട്ടുള്ളതേ ഓക്കെ. പക്ഷേ എൻ്റെ അമ്മ പൊള്ളി കേട്ടാ, അടിപൊളിയാണ്ട്. ഇവിടെ വന്ന ഈ കാഴ്ചകളൊക്കെ കാണാട്ടാ, സൂപ്പർ സ്ഥലമാണിത്, ഒന്നും പറയാനില്ല. ഓക്കെ ഗായ്സ് മച്ചാ പറ, ഞാനിവിടെ കൂടെ ഉറങ്ങിപ്പോയതേ. അടിപൊളി അംബാസിഡർ കാറിൻ്റെ ഫ്രണ്ടിൽ ഉറങ്ങുന്ന സീനാണ് കാണുന്നത്. സംഭവം എന്തായാലും അടിപൊളിയാണ്, നല്ലൊരു രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ കൊറോണ ഒക്കെ മാറിയിട്ട് ഇവിടെ വന്ന് സന്ദർശിക്കും ഗായ്സ്. ഇതുണ്ടോ എൻ്റെ പൊന്നോ, അതെ വേറെ ഡാവപ്പാണ് ഇവിടെ. ഓക്കെ ഓ പൊളി മച്ചാൻ വെറുതെ നിൽക്കണം, മീശയൊക്കെ പിച്ചിങ്ങനെ നിൽക്കണ്ട എൻ്റെ പൊന്നോ ഗായ്സ്. ഇതൊക്കെ ഓ എന്തൊരു ബ്യൂട്ടി അല്ലേ. ഇത് പല പല ചില്ലുകൾ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കിക്കുന്ന സംഭവമാണ് കണ്ടാ. ഓ എൻ്റെ പൊന്നോ ഐശ്വര്യനെ പോലെ ഗായ്സ്. ദേ ഇതൊക്കെ കൃഷ്ണൻ നിൽക്കണം നിൽപ്പണ്ട, എൻ്റെ അമ്മ അടിപൊളി കൃഷ്ണൻ. ദേ ബെല്ലൊക്കെ ഉണ്ട് കേട്ടാ, അടിപൊളി. ആഹാ സൂപ്പർ അടിപൊളി. എൻ്റെ അമ്മ എന്താണല്ലേ, എൻ്റെ പണിയൊക്കെ ഒക്കെ കൊത്തുപണിയൊക്കെ ഭയങ്കര കൊത്തുപണിയാണ്ടാ, സെറ്റപ്പായത് അടിപൊളിയാണ്, സൂപ്പറാണ് അത്. ഇത് കണ്ടതേ നമ്മുടെ പഴയ പള്ളിയിലൊക്കെ ഇടുന്ന പോലത്തെ വിളക്കുണ്ട് ഇവിടെ, സംഭവം കൊള്ളാം. ദേ ഗായ്സ് ഇതൊക്കെ ഓ എൻ്റെ അമ്മോ ദേ പൊള്ളിയായിട്ടുണ്ട് സംഭവം. പഴയ അലമാരി, ഇതേ പഴയ പോലത്തെ കട്ടിൽ, ഇതേ ഇവിടെ പഴയ ആന ഉണ്ടാ, വമ്പൻ സെറ്റപ്പാണ് ഇവിടെ, അടിപൊളി സ്ഥലം ഗായ്സ്. ഇതൊക്കെ എൻ്റെ അമ്മോ ഗായ്സ്, ദേ ഇതൊക്കെ എൻ്റെ അമ്മ പോളി. ഇത് നമ്മുടെ പഴയ എന്താണ് ഓൾഡ്, നമ്മുടെ പഴയ ഓൾഡ്. ഓ എന്താ സാധനം, നമ്മുടെ പഴയ അല്ലേ, മലയാളത്തിൽ പേര് എന്താ പറയുന്നത്? ആട്ടുതൊട്ടിൽ. നമ്മുടെ പഴയ ആട്ടുതൊട്ടിൽ ഗായ്സ്. ഓ പൊളിയാണ്, ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്, അടിപൊളി. ഇപ്പൊ കൊറോണ കാലം കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആവും, അപ്പൊ എല്ലാവരും വരണം. ഇവിടെ അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നല്ല നല്ല ഫുഡുകളും നല്ല നല്ല കാര്യങ്ങളാണ് കൊച്ചി കിട്ടുന്നത്. അപ്പൊ അടുത്ത കാഴ്ചകളായിട്ട് പോകാം. ഓക്കെ ഗായ്സ് ഇതാണ് റെസ്റ്റോറൻറ്റ്, ജിഞ്ചർ ഹൗസ് മ്യൂസിയം ഹോട്ടൽ. എല്ലാവരും സന്ദർശിക്കണ്ട, അടിപൊളി. ഇവിടെ സൂര്യയുടെ NGK ഒക്കെ ഷൂട്ട് ചെയ്തത് കണ്ടാ. ഇനി നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പോകാം. ഓക്കെ ഗായ്സ് കം ഓൺ ബാക്ക്. ഗായ്സ് വേറെ പൊളിയാണ് കൊച്ചിയില് മച്ചാനെ, വേറെ വിശേഷങ്ങളൊന്നും കാണിച്ചത്. മച്ചാമാരെ ഇത് കണ്ട എൻ്റെ പൊന്നു പൊളി എന്ന് പറഞ്ഞത് ഇതാണ് മച്ചാമാരെ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ വെച്ച് കണ്ട ഇത് കാണുക പൊളിക്കതേ, വേറെ ലെവലാണ്, വേറെ ഫീല്. ഓ പൊളി. ഇവിടെ നമ്മുടെ സൂര്യയുടെ NGK ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കണ്ട. ഇവിടെയാണ് NGK ഷൂട്ട് ചെയ്തത്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ, അടിപൊളി ഏരിയയാണ് കണ്ട. ഇതൊക്കെ ഗൈസ് ദേ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. ഇവിടെ ഇത് ഹോട്ടലാണ് കേട്ടോ, ഇവിടെ നല്ല ഫുഡാണ് ഇവിടെ കൊടുക്കുന്നവർ. ഇപ്പോൾ ഓഫാണ് ഇവിടെ ഓണാകുമ്പോൾ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതാണ് എടാ. ഗൈസ് ദേ മച്ചാൻ നിൽക്കണ നോക്കിയേ, ഒരു ആന, എൻ്റെ അമ്മ പൊളി. ഇതൊക്കെ കല്ലിൽ കൊത്തിയ ആന, പൊളി. ഇതൊക്കെ ഇതാരേക്കണം മാലാകെ. ഗൈസ് ഇതാണ് നമ്മുടെ ഹോട്ടൽ. എങ്ങനെയുണ്ട്? ആടിപ്പൊളി. വാതിലൊക്കെ കണ്ട, പഴയ പുരാതന വസ്തു പോലത്തെ വാതിൽ. വരുമ്പോൾ തന്നെ കണ്ട അടിപൊളിയാണ് ഇവിടെ. ഇവിടെ രാത്രി വരുമ്പോൾ നല്ല രസമായിരിക്കും, നല്ല സീനറി ആയിരിക്കും കണ്ട, അടിപൊളി. വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഗൈസ് കണ്ട അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കിതേ കൊച്ചി കായൽ കാണാം. ഇവിടെ നിന്നൊരു ചായ കുടിക്കുമ്പോഴല്ല ഉസ്താദ് ഹോട്ടലിൽ തിലകം പറഞ്ഞ പോലെ. ഇതൊക്കെ ഗൈസ് അടിപൊളി. ഇതണ്ട ഇങ്ങനെ കിടക്കണേന്ന് മച്ചാൻ. ഓ സൂപ്പർ സ്ഥലം മച്ചന്മാരെ. ഇത് കണ്ടോ എങ്ങനെയുണ്ട്?
ഓ കലക്കം വ്യൂ ആണ് കേട്ടോ, കലക്കം വ്യൂ ഇതൊക്കെ. ഓ എൻ്റെ ബാക്കിൽ ആ സീനറിയാണ് കലക്കിയത്, വളരെ രസമാണ്. അത് മാത്രമല്ല ദേ ഇത് കണ്ട മാലാഖയുടെ കൂട്ടുകാരത്തിയാണെന്ന് നോക്കണത് ഇതൊക്കെ. ഓ എൻ്റെ പൊന്നും മച്ചാനെ, ഇത് കണ്ട കിടക്കണ കിടപ്പ് കണ്ട കപ്പലിൻ്റെ. ഓ അടിപൊളി എടാ, നല്ല ഭംഗിയാണ് ഇതൊക്കെ. നല്ല രസമുണ്ട് ഇവിടെ, ഒരു പഴയ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യണ സ്ഥലമാണ് ഇത് കണ്ട. കലക്കം വ്യൂ ആണ് ഇവിടെ. ഇവിടെയൊക്കെ വന്നിരുന്ന് മക്കളെ ഒരു ചായ കുടിക്കണം. ആ ചായ കുടിച്ചെന്നുണ്ടാവും. ഇത് കണ്ടാ മാലാഖേനെയൊക്കെ നോക്കി നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം. ഓ പൊളി. ഇതിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നതാണ്, അടുത്ത് തന്നെ ചെയ്യും. അപ്പോൾ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. നമുക്ക് ചെയ്യാൻ പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ട്. കണ്ടാ ഓ ബാക്കൊക്കെ കണ്ട മക്കളെ, സീനറി കണ്ടാ പൊളി പൊളി. മച്ചാനെ കണ്ടേ എൻ്റെ പൊന്നോ. ഷിതിൻ ബോസേ, ഫ്രീക്ക എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം, റോയൽ. ആ അതാണ് ഞാൻ വിളിക്കുമ്പോൾ നീ വന്നം എന്ന് പറഞ്ഞത്. ഇന്ന് വന്നില്ലെങ്കിൽ നിനക്ക് എന്ത് തോന്നിയാൽ? വലിയ മിസ്സിങ് തോന്നിയാൽ അല്ലേ? അങ്ങനെ എൻട്രി കിട്ടില്ല എല്ലാവർക്കും. അങ്ങനെ ഇവിടെ എൻട്രി കിട്ടൂല. അപ്പൊ സെലിബ്രിറ്റീസ് അങ്ങനത്തെ ഹൈ പ്രൊഫൈൽ ആളുകൾ മാത്രമേ ഇവിടെ കയറാൻ പറ്റുള്ളൂ. ഹലോ മച്ചമാരെ, ഇതേ നമുക്ക് എല്ലാ സംഭവങ്ങളും ഒരുക്കി തന്നത് ഇദ്ദേഹമാണ്. ഒന്ന് പേര് പറയാമോ? എൻ്റെ പേര് വിഷ്ണു, ഞാൻ ഇവിടുത്തെ ഓണറാണ്. ഹെറിറ്റേജ് ആർട്സ് ആൻഡ് ജിഞ്ചർ ഹൗസ് മ്യൂസിയം ഹോട്ടലിൻ്റെ ഓണറാണല്ലേ? യെസ്. അപ്പം നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് വരും ഹോട്ടൽ തുറക്കുമ്പോൾ. ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ വളരെ ടേസ്റ്റാണ്. കാരണം വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു വേറൊരു ആംബിയൻസ് ആണ് ഇവിടെ അല്ലേ? യെസ്. എന്താണ് ഇങ്ങനെ ചെയ്യാൻ മനസ്സിനൊരു ഇത് തോന്നിയത്? ഇതൊരു പഴയ ജിഞ്ചർ വെയർ ഹൗസ് ആയിരുന്നു. ഞങ്ങളത് ഞങ്ങളുടെ ഷോറൂമായിട്ട് കൺവേർട്ട് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ആയി. ഒരു 15 years ആയിട്ട് ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആയിട്ട് റൺ ചെയ്യുന്നത്, മ്യൂസിയം റെസ്റ്റോറൻ്റ് ആയിട്ട് റൺ ചെയ്യുന്നത്. ഞങ്ങളൊരു 4 കൊല്ലമായിട്ട് ഹോട്ടലും സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനത്തെ ഒരു ആംബിയൻസും ഈ തീമും ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു തീമാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അതെ, ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു തീമാണ് ഇവിടെ. അതായത് ഒരു സ്വർഗത്തിലോട്ട് കയറുന്നൊരു മൂവ്മെൻ്റാണ് ഈ ഹോട്ടലിലോട്ട് നമ്മൾ കയറുമ്പോൾ അല്ലേ? അതാണ് എനിക്ക് കൂടുതൽ ആകർഷിക്കാൻ ഈ ഹോട്ടലിലോട് കൂടുതൽ എന്താ പറയുക, ഒരു പ്രിയം തോന്നി മനസ്സിൽ. അപ്പോൾ ഇനി ഇവിടുത്തെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് ഹോട്ടലിൽ പ്രത്യേക രീതിയിലുള്ള ഫുഡ് ഉണ്ടാവുമല്ലോ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് എന്താണ് ഇവിടെ? ഞങ്ങൾ 15 കൊല്ലമായിട്ട് ഇപ്പം ഞങ്ങളുടെ മെയിൻ ഡിഷ് ജിഞ്ചർ ഡിഷസ് ആണ്. ഞങ്ങളുടെ സ്പെഷ്യൽ ഡിഷ് ജിഞ്ചർ പ്രോൺസ് ആണ്. അതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫേമസ്. ഞങ്ങൾക്ക് ഒരുവിധം എല്ലായിടത്തും മെയിൻ ഒരു ക്രൗഡും എല്ലാം തിരക്കും എല്ലാം ഈ റെസ്റ്റോറൻറ്റ് വരാനാണ് ഞങ്ങളുടെ ഒരു ജിഞ്ചർ ഫ്ലേവറും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ജിഞ്ചർ ക്വിസീനും ആയതുകൊണ്ടാണ്. അപ്പോൾ അത് തന്നെ ഞങ്ങളുടെ വിജയം. കാരണം ഇതൊരു പഴയ ഞങ്ങൾ ആ ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്ത് ആ ഫുഡും ആ ട്രഡീഷണൽ ഫുഡ് കൂടുതൽ ഞങ്ങൾക്ക് എല്ലായിടത്തും ആളുകളുണ്ട്. ഇപ്പോൾ കേരളയുണ്ട്, മൊത്തം ഇന്ത്യ ഉണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്. ഞങ്ങൾ ട്രഡീഷണൽ ഫുഡ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഒതൻറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു റോയൽ മ്യൂസിയം ആംബിയൻസും ഇപ്പോൾ ലോകത്തൊരാൾക്കും കൊടുക്കാൻ പറ്റാത്തൊരു തീമാണിത്. ആ തീം കാരണം ഈ ഫുഡ് ടേസ്റ്റാണ് ഞങ്ങൾ ഇപ്പോൾ ഒരുവിധം സക്സസ് ആയിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു തീം എവിടെയെങ്കിലും കണ്ടിട്ടാണോ ഇത് ചെയ്തത്, അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ ഉണ്ടായി എങ്ങനെ ചെയ്യണം? ഈ തീം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ തീമാണ്. ഇവിടെ കാണുന്ന എല്ലാ സാധനവും ഇപ്പോൾ സെയിലാണ്. സോ ബേസിക്കലി നിങ്ങൾ നാളെ വരുമ്പോൾ ഈ സ്ഥലം പിന്നെ ഒന്നും കൂടി മാറും. കാരണം എന്തെങ്കിലും വിറ്റുപോകും, വേറെ സാധനം വരും. അപ്പോൾ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, അത് ഈ റെസ്റ്റോറൻറ്റിൽ ടേബിളും ചെയറും വരെ സെയിലാണ്. ഞങ്ങളുടെ മെയിൻ ബിസിനസ് ഇത് ആൻറ്റിക്സും ഫർണിച്ചേഴ്സും ആണ്. അപ്പോൾ ഞങ്ങൾ എവർ ഇവോൾവിംഗ് റെസ്റ്റോറൻ്റ് എന്ന് പറയാം, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല സീലിങ്സും രണ്ടാമത്തെ മൂന്നാമത്തെ വന്ന സീലിങ്സ് ആണ്. അപ്പം അങ്ങനെ പോയും വന്നുകൊണ്ടിരിക്കും. അതായത് ഷൂട്ടിംഗ് സെറ്റ് മാറണ പോലെ. പിന്നെ അതുകൊണ്ട് ഇവിടെ സൂര്യ വന്നല്ലേ ഷൂട്ടിങ്ങിന്? ഒരു ഓൾമോസ്റ്റ് ഒരു എല്ലാ കൊല്ലം ഒരു 3-4 മൂവീസ് എപ്പോഴും ഇവിടെ ഷൂട്ടിംഗ് കിട്ടാറുണ്ട്. അതെ അല്ലേ? അത് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും? ഇപ്പൊ NGK ഷൂട്ട് ചെയ്തിട്ടുണ്ട്, സൂര്യയുടെ അല്ലേ, തമിഴ് പടം NGK. പിന്നെ മേരാ നാം ഷാജി. പിന്നെ ജയറാമിന്റെ പണ്ടത്തെ ഇവർ ഫുൾ ഫിലിം ഇവിടെ ആയിരുന്നു. ഇവർ എന്ന് പറഞ്ഞ പടം പണ്ടത്തെ. പിന്നെ ഒരു റാണ ദഗുപതിയുടെ ഒരു ഫിലിമിന്റെ ഷൂട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ വെയർ ഹൗസിലും ഞങ്ങളുടെ ഷോറൂമിലും ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു വേറെ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഫിലിമൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ സ്ഥിരം റെൻറ്റിന് കൊടുക്കാറുള്ളത്. കൊടുക്കാറുള്ളതാണ്. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കൊച്ചിയിൽ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇതേപോലത്തെ ഒരു എപ്പിസോഡ് ചെയ്യാൻ, നിങ്ങളുടെ ഇതൊക്കെ ജനങ്ങളെ കാണിക്കാനും. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഒരുക്കി തന്നത് വളരെയധികം ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞാണ്. അപ്പോൾ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ട, ഇത് എന്നാണ് ഓപ്പൺ ആണെന്നും? ഞങ്ങൾ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് വന്ന് എപ്പോഴെങ്കിലും കാണാം. ഞങ്ങൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് റെസ്റ്റോറൻറ്റ് 1 ഡിസംബർ ആണെങ്കിൽ ഓപ്പൺ ആവും. അപ്പോൾ ഡെഫിനറ്റ്ലി കം. ആൻഡ് നിങ്ങളുടെ ഈ ആംബിയൻസും ഇതും എന്നും ഒരു മെമ്മറബിൾ ആയി, ഇങ്ങനെ എവിടെയും കിട്ടാത്ത ഇതായിരിക്കും ആംബിയൻസും ഈ വാട്ടർ ഫ്രണ്ട് തീമും പിന്നെ ഒരു ആൻറ്റിക്സ് മ്യൂസിയം ആംബിയൻസും. ഒരുപാട് സന്തോഷം ബോസേ, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. അടിപൊളി പ്ലേസ് ആണിത്. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ് കൊച്ചി തന്നെ. വളരെയധികം രസകരമായിട്ടുള്ളൊരു കിഡിലൻ റെസ്റ്റോറൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇത് അടുത്തിന് ഓപ്പൺ ആവും. ഇപ്പോൾ കൊറോണയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ആവുന്നുണ്ട്. അതായത് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓപ്പൺ അല്ല. അപ്പോൾ ഇത് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി വന്ന് ഇവിടെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതാണ്. ഇതാണ്ടാ, പൊള്ളി സ്ഥലമുണ്ടാ. ഇതൊക്കെ എൻ്റെ പൊന്നു, ഇതൊക്കെ അടിപൊളി. ഇത് കണ്ടാ, പിന്നെ കുറേ പഴയ കാലങ്ങളിലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കേട്ടാ, അടിപൊളി. ഇതേ എൻ്റെ അമ്മോ പൊളി. അപ്പോൾ ചമരെ, നമ്മുടെ ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് അങ്ങനെ പറപ്പിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ ഒരു വെടിപൊടി എടുത്തണം മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് സാധനം എടുത്തത്. അതെ, ആടിൻ്റെ എല്ലും പൊടിക്ക് എൻ്റെ അമ്മ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.